പ്രിയ കൂട്ടുകാരെ, പക എന്ന കഥയുടെ ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. കുറച്ചു സമയത്തിന് ശേഷം മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അൻവറിന്റെ അന്വേഷണം മന്ദഗതിയിലായിരുന്നു. അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ട് പോകാതെ വന്നപ്പോൾ അവൻ സഹദേവനെ കോൾ ചെയ്തു. സാറേ, ഇവിടെയെങ്ങും ഒരൊറ്റ CCTV ക്യാമറ പോലുമില്ല. ഏക്കർ കണക്കിന് നീണ്ടുകിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ വീടുകളും അപൂർവം കടകളും മാത്രമാണുള്ളത്. മൊബൈൽ ഫോണിൽ പോലും ക്യാമറയില്ലാത്ത നാട്ടുകാരോട് CCTV ക്യാമറയെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല സാറേ. അൻവറിന്റെ വാക്കുകൾ കേട്ടതും സഹദേവന് ദേഷ്യമടക്കാനായില്ല. അയാൾ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ആഞ്ഞു കുത്തുന്നുണ്ടായിരുന്നു. അൻവറിനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് സഹദേവൻ പറഞ്ഞു, നീ ക്യാമറ നോക്കി സമയം കളയാതെ ചെറിയ കവലകൾ കണ്ടാൽ ഇറങ്ങി അന്വേഷിക്കേ. അരമണിക്കൂർ കൊണ്ട് എനിക്ക് വിവരം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ. ശരി സാറേ. അതേസമയം ജീപ്പിൽ കയറാൻ ഒരുങ്ങിയ സൈമൺ അരവിന്ദനോട് ചോദിച്ചു, ഇനി എന്താ പരിപാടി? സൈമണിന്റെ ആ ചോദ്യത്തിന് അല്പം സങ്കടത്തോടെയായിരുന്നു അരവിന്ദൻ മറുപടി പറഞ്ഞത്. സതീഷേട്ടന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ടാവും. ചേച്ചിയുടെയും മക്കളുടെയും കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. സമയം ഇത്രയുമായ സ്ഥിതിക്ക് എനിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അരവിന്ദ, ഇനി സൂക്ഷിച്ചു വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ, അല്ലേ? അതേ സൈമണേട്ടാ. പക്ഷേ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പോലീസുകാർ ഓഫീസ് സീൽ ചെയ്തിട്ടുണ്ടാവും. എന്റെ പാസ്പോർട്ടും ID കാർഡും എല്ലാം ഓഫീസിലാണ്. അതൊക്കെ അവർ എടുത്തുകൊണ്ടുപോയി കാണും. അത് വെച്ച് ഒരു കളി കളിക്കണം സൈമണേട്ടാ. അയാൾ ഇരകളെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നത്, അതേ കുരുക്കിട്ട് അയാളെയും പൂട്ടണം. അതിന് എനിക്ക് സേറയുടെ സഹായം കൂടി വേണം. അവളുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. ഇറങ്ങുന്ന സമയം ഞാൻ ഉമയുടെ നമ്പർ വാങ്ങിയിരുന്നു. അവരെ വിളിച്ചാൽ കിട്ടാതിരിക്കില്ല. സൈമൺ ഉടനെ ഉമയെ കോൾ ചെയ്തു. അതേസമയം അന്വേഷിച്ച് ഒടുവിൽ സൈമൺ ആ രാത്രിയിൽ സിഗരറ്റ് വാങ്ങിയ കടയുടെ മുന്നിലും അൻവർ എത്തി. ഇന്നലെ രാത്രി ഇവിടെ ജീപ്പ് വന്നിരുന്നോ ചേട്ടാ? അൻവറിന്റെ ചോദ്യം കേട്ട് കടയുടമ ഒന്ന് ചിരിച്ചു. ഇതെന്തു ചോദ്യാണ്? ഈ മലയോര മേഖലയിൽ ജീപ്പല്ലാതെ മറ്റെന്തു വണ്ടി വരാനാണ് മാഷേ? അതല്ല ചേട്ടാ, ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോട് അടുപ്പിച്ച്. ആ, ഓർമ്മയുണ്ട്. സിഗരറ്റ് ഒടിച്ചു കളഞ്ഞ ആശാൻ. ടെസ്സ എന്നോ മറ്റോ പേരുള്ള ജീപ്പല്ലേ? അയാളൊരു സിഗരറ്റ് വാങ്ങി അപ്പോൾ തന്നെ പോയല്ലോ. എന്താ പ്രശ്നം? അൻവർ അല്പനേരം അയാളോട് സംസാരിച്ചതിനു ശേഷം ഉടനെ ഫോണെടുത്ത് സഹദേവനെ വിളിച്ചു. ഹലോ സാറേ, വണ്ടി കിട്ടി. ഇന്നലെ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞ് അല്പം മെലിഞ്ഞ് നീളമുള്ള മനുഷ്യൻ ഇവിടെ ഒരു കടയിൽ വന്ന് സിഗരറ്റ് വാങ്ങിയിട്ടുണ്ട്. കടയുടമയ്ക്ക് വണ്ടി നമ്പർ ഓർമ്മയില്ല. പക്ഷേ വണ്ടിയുടെ മുകളിൽ ടെസ്സ എന്ന പേരുള്ളത് അയാൾ ഓർക്കുന്നു. അൻവറേ, ആ ഒരു ജീപ്പ് മാത്രമാണോ ആ സമയത്ത് അതിലെ പാസ് ചെയ്തു പോയുള്ളൂ? അതെ സാറേ. അതിനുശേഷം അയാൾ കടയടച്ച് വീട്ടിലേക്ക് ചെന്നു. പിന്നെ 1 മണിക്കൂറോളം മറ്റു വാഹനങ്ങളൊന്നും അതുവഴി പാസ് ചെയ്തു പോയതായി അയാൾ കണ്ടിട്ടില്ല. അയാളുടെ വീട് റോഡിന്റെ അരികിൽ തന്നെയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാറേ? നീ ഏറ്റവും അടുത്തുള്ള ടൗൺ ഏതാണെന്ന് അന്വേഷിക്കേ. അവിടെ ജീപ്പ് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടിയെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കേ. വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കേ. ശരി സാറേ. അതേസമയം ഉമയെ വിളിച്ച് നമ്പർ വാങ്ങിയതിനു ശേഷം സേറയുടെ ഹോസ്പിറ്റൽ നമ്പറിലേക്ക് അരവിന്ദൻ കോൾ ചെയ്തു. ഹലോ ഡോക്ടർ, ഞാൻ അരവിന്ദനാണ്. 1 മിനിറ്റ് അരവിന്ദ. ലാൻഡ് ഫോൺ ഹോൾഡറിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സേറ തന്നെ ക്യാബിന്റെ ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്തു. പിന്നെ ഫോൺ എടുത്ത് സംസാരിച്ചു. സോറി അരവിന്ദ, എനിക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉപകാരം അത് ഡോക്ടർക്കുണ്ടായി കാണും. എനിക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സ്ഥാനത്തുള്ള സതീഷേട്ടനെയാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അരവിന്ദ. ഇന്നലെ രാത്രി സഹദേവനെ കോൾ ചെയ്തതുകൊണ്ടാണ് അയാളിപ്പോൾ പണത്തിനു വേണ്ടി പരക്കം പായുന്നത്. ഓ, അപ്പോൾ ഡോക്ടർ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ഉപകാരം കൂടി ചെയ്തിട്ടുണ്ടല്ലേ? അതാണ് രാവിലെ തന്നെ ഉമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വന്നത്. അരവിന്ദ, ഞാൻ പറയുന്നതെന്ന് താൻ മനസ്സിലാക്ക് പ്ലീസ്. ഞാൻ സഹദേവനെതിരെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് 2 മണിക്ക് പബ്ലിഷ് ആകും. തന്റെ പെൻഡ്രൈവിലുള്ള ഡാറ്റകളെല്ലാം മീഡിയകൾക്ക് ഷെഡ്യൂൾ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്റെ പെൻഡ്രൈവോ? ഡോക്ടർ എന്തൊക്കെയായി പറയുന്നേ? അരവിന്ദ, ഇന്നലെ ചേച്ചിയുടെ വീട്ടുമുറ്റത്തു നിന്നും തന്റെ ഒരു പെൻഡ്രൈവ് എനിക്ക് കിട്ടിയിരുന്നു.
അതിന്റെ കാര്യ പറഞ്ഞത്. ഡോക്ടറെ, ആ രാത്രി എനിക്കെന്റെ ഫോണ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏത് പെൻഡ്രൈവ് എടുക്കാനാണ്? അത് കേട്ടതും സേറ മറുപടി പറയാനാകാതെ ആകെ അസ്വസ്ഥതയിലായി. ഹലോ ഡോക്ടർ, ഹലോ. അരവിന്ദൻ കുറേ നേരം ഹലോ പറഞ്ഞതിനു ശേഷമാണ് സേറ മറുപടി പറയാൻ ആരംഭിച്ചത്. അരവിന്ദ, എനിക്ക് ഭയമാകുന്നു. ആ പെൻഡ്രൈവിൽ അയാൾക്കെതിരെയുള്ള വിവരങ്ങളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അയാളെ ഇത്രയും നേരം ഹോൾഡറിൽ വെക്കാൻ പറ്റിയത്. 1 കോടി രൂപ അയാൾ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള ഡാറ്റയുടെ കോപ്പി അയച്ചു കൊടുക്കേണ്ടി വരും. എങ്കിലേ അടുത്ത തുക എത്തിക്കും വരെ അയാളെ വീണ്ടും ഹോൾഡറിൽ വെക്കാൻ കഴിയൂ. എന്റെ ദൈവമേ, ഡോക്ടർ എന്തു പണിയാ കാണിച്ചത്? അറ്റ്ലീസ്റ്റ് ആ പെൻഡ്രൈവ് ഒന്ന് പരിശോധിച്ചു നോക്കിക്കൂടെ? അരവിന്ദ, അപ്പോൾ എന്നെ സഹദേവൻ പിന്തുടരുന്നുണ്ടായിരുന്നു. ഫയലുകൾ ഷെഡ്യൂൾ വെക്കുന്ന സമയം കൊണ്ട് തന്നെ അയാൾ എന്റെ ഫ്ളാറ്റിലെത്തിയിരുന്നു. ഡോക്ടർ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നലെയും ഇന്നും ബാങ്ക് അവധിയാണ്. ATM വഴി എന്തായാലും ഇത്രയും പണം പിൻവലിക്കാൻ കഴിയില്ല. പോലീസുകാരനായതുകൊണ്ട് തന്നെ വലിയ തുക കയ്യിൽ സൂക്ഷിക്കുകയുമില്ല. പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തായാലും 2 മണി വരെ ഒന്നും കാത്തിരിക്കില്ല. അതിനർത്ഥം എന്തായാലും 2 മണിക്കുള്ളിൽ അയാൾക്ക് പണം എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അല്പം കൂടി സാവകാശം ചോദിച്ച് അയാൾ വിളിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഡോക്ടർ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാതിരുന്നാൽ മതി. 2 മണിയാകുമ്പോഴേക്കും ഞാൻ ആലോചിച്ച് ഒരു പ്ലാൻ പറഞ്ഞു തരാം. ഓക്കെ അരവിന്ദ. സമയം 12 അയാൾ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടറെ, ധൈര്യം കൈവിടരുത്. അയാൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. മറ്റൊരിടം. സഹദേവനും മനുവും അസ്വസ്ഥതയിലാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മനു സഹദേവനോട് പറഞ്ഞു, സാറേ, ഇനിയാകെ 2 മണിക്കൂറേ ഉള്ളൂ. 1 കോടി പോയിട്ട് ഇവിടെ പകുതി പോലും ഒപ്പിക്കാനായിട്ടില്ല. അവളുടെ വീഡിയോ എങ്ങാനും പബ്ലിഷായാൽ അറിയാലോ. ഈ കേസ് മാത്രമല്ല, നമ്മൾ ചെയ്തു കൂട്ടിയ പല കേസുകളും തലപൊക്കി തുടങ്ങും. നിർത്തടാ വണ്ടി, സഹദേവൻ അലറി. പാലത്തിന് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം മനു ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. വളരെ ദേഷ്യത്തോടെ സഹദേവൻ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. പിന്നെ തലമുടിയിൽ മുറുകെ പിടിച്ച് പാലത്തിന്റെ കൈവരികളിൽ ചേർന്ന് നിന്ന് അസ്വസ്ഥതയോടെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മനു മെല്ലെ അരികിൽ ചെന്ന് പതറിയ ശബ്ദത്തോടെ ചോദിച്ചു, സാറേ, ആ ഡോക്ടറെ വിളിച്ച് സാവകാശം ചോദിച്ചാലോ? അതല്ലാതെ നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല. ദേഷ്യം സഹിക്കവയ്യാതെ പാലത്തിന്റെ കൈവരികളിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് സഹദേവൻ പറഞ്ഞു. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാൾക്ക് മുന്നിലും അപേക്ഷിക്കേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. ഒരു ദിവസം 2 എന്റെ കൈ കിട്ടും. എന്താണ് മരണവേദനയെന്ന് അറിയിച്ചിട്ടേ 2 ഭൂലോകത്ത് നിന്ന് ഞാൻ പറഞ്ഞുവിടും. സമയം അതിക്രമിക്കും തോറും സഹദേവന് നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. വേറെ നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കി മൊബൈൽ ഫോൺ എടുത്ത് സേറയുടെ ഹോസ്പിറ്റൽ നമ്പറിലേക്ക് വിളിച്ചു. കോളർ ഐഡിയിൽ സഹദേവന്റെ നമ്പർ കണ്ടതോടെ സേറ അസ്വസ്ഥയായി തുടങ്ങി. ശ്വാസം നീട്ടിവലിച്ച് മുഴുവൻ ധൈര്യവും സംഭരിച്ച് അവൾ റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചു. എനിക്കല്പം സാവകാശം വേണം. കോൾ എടുത്തയുടനെ സഹദേവൻ ആദ്യം പറഞ്ഞത് അതായിരുന്നു. ആ വാക്കുകൾ കേട്ടതും സേറ ശ്വാസം നേരെയെടുത്തു. 46 ലക്ഷം രൂപയുണ്ട്. അതിപ്പോ തരാം. അത് പോരല്ലോ സാറേ, നമ്മൾ തമ്മിലുള്ള ഡീൽ അങ്ങനെയല്ലല്ലോ. സേറ, നീ എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? ഇന്ന് ബാങ്ക് അവധിയാണെന്ന് നിനക്കറിയില്ലേ? അയ്യോ, നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ക്യൂസ് ഒക്കെ പറയാൻ അറിയാമോ? ഷേ എടി, അവസരം മുതലെടുക്കുമ്പോ നീ ആരോടാണ് കളിക്കുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാണ്. 1 മിനിറ്റ് സഹദേവൻ സാറേ, ആരോടാ കളിക്കുന്നതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. സേറയുടെ പരിഹാസം കേട്ടിട്ട് ദേഷ്യം കടിച്ചമർത്തുകയായിരുന്നു സഹദേവൻ. എന്താ സാറേ ഇങ്ങനെ ഭിക്ഷ ചോദിക്കുന്നത്? സാറിനെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ലല്ലോ ഞാൻ കരുതിയത്. അതുകൂടി കേട്ടപ്പോൾ ദേഷ്യം സഹിക്കവയ്യാതെ അലറിക്കൊണ്ട് സഹദേവൻ മൊബൈൽ ഫോൺ തറയിലെറിഞ്ഞു പൊട്ടിച്ചു. മറ്റൊരിടം. ജീപ്പ് സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ ജീപ്പിന്റെ ഉടമ സൈമൺ ആണ് എന്ന് മനസ്സിലാക്കിയ അൻവർ ഉടനെ സഹദേവനെ കോൾ ചെയ്തു. പക്ഷേ ഫോണിൽ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. ഒരാവശ്യത്തിന് വിളിച്ചാൽ ഇയാളെ കിട്ടില്ലല്ലോ. അൻവർ പലതവണ ശ്രമിച്ചിട്ടും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു മറുപടി. അവൻ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. മനുവിനെ വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. പകൽ സമയങ്ങളിൽ അയാളുടെ മകൾ മാത്രമേ വീട്ടിലുണ്ടാവൂ എന്നല്ലേ ആ താടിക്കാരൻ പറഞ്ഞത്. അവളെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് സാറിന്റെ മുന്നിൽ കൊണ്ട് ഇട്ടുകൊടുക്കാം. സാറും ഹാപ്പി, ഞാനും ഹാപ്പി. അല്പസമയത്തിന് ശേഷം അരവിന്ദനും സൈമണും ജീപ്പിൽ സഞ്ചരിക്കുന്നതിനിടയിൽ സൈമണിന്റെ ഫോൺ ശബ്ദിച്ചു. ഒരു കൈ കൊണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു,
എൻ്റെ മോള ടെസ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും. നമ്മൾ രണ്ടുപേരും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. മോൻ ഇതൊന്ന് ലൗഡ് സ്പീക്കറിലിട്ട് തരാമോ? സൈമൺ ഫോൺ അരവിന്ദനെ ഏൽപ്പിച്ചു. ലൗഡ് സ്പീക്കർ ഓൺ ചെയ്ത് അരവിന്ദൻ സൈമണിന് നേരെ പിടിച്ചു. അപ്പാ, അപ്പനെ തിരികെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ മോളെ അത്? ആ, എനിക്കറിയത്തില്ല. പേരൊന്നും എന്നോട് പറഞ്ഞില്ല. ഏതോ സഹദേവന്റെ ആളെന്നാ പറഞ്ഞത്. അത് കേട്ടതും അരവിന്ദനും സൈമണും ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും മൊബൈലിലെ സിഗ്നൽ കട്ടായി. ഹലോ മോളെ, ഹലോ. സൈമൺ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അരവിന്ദൻ ആകെ അസ്വസ്ഥനായി തുടങ്ങി. എന്റെ ദൈവമേ, സൈമണേട്ടാ, ഇവിടെ നിന്ന് വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ഉണ്ട്. എങ്ങനെ ചവിട്ടിപ്പിടിച്ചാലും അരമണിക്കൂർ വേണം. ഈ പ്രശ്നത്തിനിടയിൽ അയാൾ നിങ്ങളുടെ വീട് തേടി പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അരവിന്ദ, താനിങ്ങനെ വേവലാതിപ്പെടാതെ. അപ്പോഴേക്കും വീണ്ടും ടെസ്സയുടെ കോൾ വന്നു. അപ്പാ, അപ്പനെ ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ലല്ലോ. മോളെ, അയാളിപ്പോ എവിടെയാ ഉള്ളത്? പുറത്ത് നിൽപ്പുണ്ട്. മോളോട് ഇന്നലെ അപ്പൻ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ? തലയ്ക്കടിയേറ്റ ആളുടെ കാര്യമാണോ അപ്പാ? അതെ, അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് സഹദേവൻ. ഓ, അപ്പം ആള് വില്ലനാണ് അല്ലേ? വന്ന് ബെല്ലടിച്ച പാടെ ഒരുതരം നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് പൊട്ടിക്കാൻ തോന്നിയതാണ്. പിന്നെ അപ്പന്റെ ഫ്രണ്ടോ മറ്റോ ആണെന്ന് കരുതി ഞാൻ മിണ്ടാതെ നിന്നതാണ്. അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ മോളെ? ഇല്ലപ്പാ, ആള് തനിച്ചാണെന്ന് തോന്നുന്നു. എന്നാ മോളൊന്നും ചെയ്യരുത് കേട്ടോ. പെട്ടെന്നാണ് സൈമണിന്റെ സ്വരം മാറുന്നത് അരവിന്ദൻ ശ്രദ്ധിക്കുന്നത്. അപ്പാ, അപ്പ ഫോൺ വെക്ക്. വിട്ടേക്ക് മോളെ. അപ്പൻ ഫോൺ കട്ട് ചെയ്യുന്നോ അല്ല ഞാൻ ചെയ്യണോ? ഉടനെ ടെസ ഫോണ് കട്ട് ചെയ്തു. സൈമണേട്ടാ, എന്തൊക്കെയാ പറയുന്നത്? അയാൾ മോളെ എന്തെങ്കിലും ചെയ്താലോ? അരവിന്ദിന്റെ വാക്കുകൾ കേട്ടതും സൈമൺ ഒന്ന് ചിരിച്ചു. അവൾ അവനെ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് എനിക്ക് പേടി. അത് കേട്ടതും അരവിന്ദൻ ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര നിസ്സാരമായി കാണുന്നത്? അരവിന്ദ, അവൾ പ്രകടിപ്പിച്ചത് അവളുടെ ആത്മവിശ്വാസമാണ്. നമുക്ക് അവളെ സഹായിക്കാൻ പറ്റാത്തത്ര ദൂരത്തുള്ളപ്പോൾ എന്തിനാണ് അവളിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കുന്നത്? ഒന്ന് രണ്ട് പേരെയൊക്കെ നേരിടാനുള്ള അഭ്യാസമൊക്കെ ചെറുപ്പം തൊട്ടേ അവൾ കൈവശമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കാത്തു നിൽക്കുന്ന എന്റെ മകളെ ഏതോ ഒരു പയ്യൻ വന്ന് ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടാനോളം വിഡ്ഢിയല്ല ഞാൻ. പെൺമക്കളെ വളർത്തേണ്ടത് ഭയം കുത്തി നിറച്ചിട്ടാവരുത്, മറിച്ച് എന്തിനേയും നേരിടാനുള്ള ആത്മവിശ്വാസമാണ് അവൾക്ക് നൽകേണ്ടത്. അത് ഞാൻ വേണ്ടുവോളം എന്റെ മകൾക്ക് നൽകിയിട്ടുമുണ്ട്. സൈമണിന്റെ വാക്കുകൾ കേട്ടതും അരവിന്ദിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അതേസമയം ഫോണ് കട്ട് ചെയ്ത് ടെസ വാതിലിനരികിലേക്ക് ചെന്ന് അൻവറിനോട് പറഞ്ഞു, അപ്പൻ ഇപ്പോഴൊന്നും എത്തില്ല. ചേട്ടായിക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ? വാതിക്കൽ നിന്നിരുന്ന അൻവർ വല്ലാത്തൊരു നോട്ടം നോക്കിക്കൊണ്ട് ഒരു പടി മുകളിലേക്ക് കയറി ടെസയോട് പറഞ്ഞു, നിന്റെ സൽക്കാരമുണ്ണാനല്ലടി ഞാൻ വന്നത്. ചേട്ടായി, വീട്ടിൽ കയറി വന്ന് ഇടി പൊടിയെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ വിവരം അറിയും. നീ എന്നെ അങ്ങ് ഉലത്തും. നിലവിളിച്ചാൽ പോലും അത് കേൾക്കാൻ ചുറ്റുമാരുമില്ലാത്തിടമാണെന്ന് നീ ഓർക്കണം. ഞാനൊന്ന് അറിഞ്ഞു പെരുമാറിയാലുണ്ടല്ലോ. ചേട്ടായി, ചേട്ടായിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും അത്രേ പറയാനുള്ളൂ. നിലവിളിച്ചാൽ പോലും ചേട്ടായെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. അയ്യോ, ഞാൻ പേടിച്ചുപോയേ. നിന്നേക്കാളും മുഷിലുള്ള പെൺപിള്ളേരുടെ നാവ് അടക്കിയവനാണ് ഈ അൻവർ. ടെസയെ പരിഹസിച്ചുകൊണ്ട് അൻവർ വാതിൽ ആഞ്ഞു തള്ളി. പാതി തുറന്നു കിടന്നിരുന്ന വാതിൽ ടെസയുടെ ദേഹത്തിടിച്ചതും അവൾ അല്പം പിറകോട്ടു പോയി. അതോടെ അൻവർ വീട്ടിലേക്ക് കയറി. നിനക്കെന്തെങ്കിലും പറ്റിയാലേ നിന്റെ തന്തയുണ്ടല്ലോ, അവന് നോവുള്ളൂ. അവന് നൊന്താലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അൻവറിന്റെ സംസാരം ടെസയെ കൂടുതൽ ചൊടിപ്പിച്ചു. എങ്കിലും അവൾ അവസാന വാണിംഗ് കൊടുത്തു. ചേട്ടായി, ചേട്ടായിക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ ഇവിടുന്ന് പൊക്കോളണം. കൈ ചൂണ്ടിക്കൊണ്ട് ടെസ അത് പറഞ്ഞപ്പോൾ അൻവറിന് ദേഷ്യം സഹിക്കാനായില്ല. അവൻ അരയിലുണ്ടായിരുന്ന കത്തി കയ്യിലെടുത്ത് ടെസയുടെ ദേഹത്ത് കൈവച്ചു. കൈയെടുക്കടാ. എടുത്തില്ലേ നീ എന്തു ചെയ്യും? ടെസയുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. വലതു കൈകൊണ്ട് അതിശക്തിയായി അൻവറിന്റെ കൈ അവൾ തട്ടിമാറ്റി. അൻവറിന് നല്ലപോലെ വേദനിച്ചു. എടിയെന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്ത് ആഞ്ഞടിക്കാൻ ഒരുങ്ങിയതും ഞൊടിയിടയിൽ അൻവറിന്റെ നെഞ്ചോളം കാലുയർത്തിപ്പിടിച്ച് ടെസ ആഞ്ഞു ചവിട്ടി. ചവിട്ടുകൊണ്ട് അൻവർ വാതിലിനോടും ചുമരിനോടും തലയിടിച്ച് അതിശക്തമായി പുറകോട്ട് വീണു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ
അവൻ തറയിലിരുന്ന് തപ്പിത്തടഞ്ഞു. ടെസ്സ അവനെ പിടിച്ചുയർത്തി ചുമരോട് ചേർത്ത് പിടിച്ചു. നീ ഉശിരുള്ള പെൺപിള്ളേരെ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് നിനക്കിത്ര കഴപ്പ്. അപ്പോഴും അടി കിട്ടിയതിന്റെ ആലസ്യം അൻവറിനുണ്ടായിരുന്നു. ടെസ്സ അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞ് 2 കുത്തുകൊടുത്തു. മൂക്കിൽ നിന്നും രക്തം വന്നതും അൻവർ കൈകൊണ്ട് തൊട്ടുനോക്കി. അയ്യോ, ചോര. ടെസ്സയെ തള്ളിമാറ്റി അൻവർ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചതും അടുത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കസേരയെടുത്ത് തലയിൽ നോക്കി ആഞ്ഞൊരെണ്ണം കൊടുത്തു. കസേര പൊട്ടി അൻവറിന്റെ കഴുത്തിൽ കുരുങ്ങി. അവശനായി തറയിൽ വീണ അൻവറിന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് ടെസ്സ അവനെ വീടിന് വെളിയിൽ തള്ളിയിട്ടു. അതേസമയം സഹദേവനാകെ അസ്വസ്ഥതയിലായിരുന്നു. ഡാ മനുവേ, ഇനി അരമണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. എന്റെ സിം കാർഡ് നിന്റെ മൊബൈൽ ഫോണിലിട്ട് സേറയെ വിളിച്ച് എവിടെയാണ് പണം എത്തിക്കേണ്ടതെന്ന് അന്വേഷിക്കണം. സിം കാർഡ് മനുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം സഹദേവൻ അല്പനേരം ആലോചിച്ചു നിന്നു. പിന്നെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് മനുവിന്റെ കയ്യിൽ കൊടുത്തു. ഇതാ തോക്ക്, നിന്റെ കയ്യിലിരിക്കട്ടെ. അവൾ പണം വാങ്ങി എണ്ണി നോക്കുമ്പോഴേക്കും ഒറ്റ വെടിക്ക് അവളെ തീർത്തേക്കണം. സഹദേവൻ അവത്തും പറഞ്ഞതും മനു ഒന്ന് ഞെട്ടി. അവന് സഹദേവന്റെ ഉദ്ദേശം എന്താണെന്ന് പിടികിട്ടി. സഹദേവന്റെ കയ്യിൽ നിന്നും റിവോൾവർ വാങ്ങിയ ശേഷം മനു 2-3 അടി പിറകോട്ട് നടന്നു. പിന്നെ അവൻ സഹദേവന്റെ നേരെ തന്നെ റിവോൾവർ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വേല കയ്യിലിരിക്കട്ടെ സഹദേവൻ സാറേ. ഡാ മനുവേ, നീ? അലറിക്കൊണ്ട് സഹദേവൻ മനുവിന്റെ കയ്യിൽ നിന്നും റിവോൾവർ പിടിച്ചെടുക്കാൻ ഒരുങ്ങി. മനു സഹദേവന് നേരെ വെടിയുതിർത്തു. വെടിയുണ്ട വസ്ത്രത്തിൽ ഉരസി വണ്ടിയിൽ ചെന്ന് തറച്ചു. പേടിച്ചുപോയ സഹദേവൻ ഒരു നിമിഷം നിന്നു. ഒന്ന് പോ സാറേ, ഒരടിയനങ്ങിയാൽ ഞാൻ സാറിന്റെ നെഞ്ചത്തിട്ട് തന്നെ പൊട്ടിക്കും. മനുവിന്റെ ഗൺ പോയിന്റിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ സഹദേവൻ ഭയത്തോടെ നിന്നു. ഡാ മനുവേ, അവസാന നിമിഷം നീ എന്നെ കൈയൊഴിയരുത്. സാറേ, ഞാനും ചോറ് തന്നെയാ തിന്നുന്നത്. സാറിന്റെ എല്ലാ തോന്നിയവാസത്തിനും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. അതൊക്കെ സാറ് എന്നെ സേഫാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ സാറ് കാണിച്ച ഈ തറവേലുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാകില്ലെന്ന് കരുതിയോ? ഞാനെന്താ പൊട്ടനാണോ സാറേ? ഒന്നുമില്ലെങ്കിലും സാറിന്റെ എല്ലാ കുബുദ്ധികളും നേരിട്ട് കണ്ട് പഠിച്ചവനല്ലേ. ആ സേറയുടെ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിക്ക് ബോധം വന്നു. ആശുപത്രിയിൽ അയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ലാത്തതുകൊണ്ട് കേസ് ആ സദാശിവൻ സാറിന്റെ കയ്യിലാണ്. എന്തായാലും എന്നെ ആ സെക്യൂരിറ്റി തിരിച്ചറിയും. ഹൈ വോൾട്ടേജ് ഉപയോഗിച്ച് ക്യാമറ നിശ്ചലമാക്കിയതിനു ശേഷമാണ് സാർ അകത്ത് കയറിയത്. ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് CCTV ദൃശ്യത്തിൽ ഞാനും അൻവറും എന്തായാലും പതിഞ്ഞിട്ടുണ്ടാവും. വീഡിയോ പബ്ലിഷ് ആകുന്നതിന് മുമ്പ് സേറയെ ഞാൻ കൊന്നാൽ സാറിന് മനോഹരമായി സേഫാകാം. ആകെ സാറിനെതിരെയുള്ള തെളിവ് ടവർ ലൊക്കേഷനും നിരന്തരം സേറയുടെ ഫോണിലേക്ക് വിളിച്ച കോൾ ഡീറ്റെയിൽസും മാത്രമാണ്. റിവോൾവറും ഫോണും മോഷണം പോയതായി ഒരു ദിവസം മുന്നേയുള്ള തീയതികളിൽ രേഖകൾ ഉണ്ടാക്കിയാൽ എല്ലാ തെളിവുകളും എനിക്കും അൻവറിനും എതിരെയാകും. അതിന് സാറും എടുക്കാനാണെന്ന് എനിക്കറിയാം. സാറിന്റെ ഫോൺ ഉപയോഗിച്ച് ഞങ്ങൾ കളിച്ചതാണെന്ന് വരുത്തിപ്പണിയാൻ നോക്കുന്നോടാ. സഹദേവനെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് മനു മെല്ലെ പിറകോട്ട് നടന്നു. പാലത്തിന്റെ കൈവിരിയിൽ കയറിയിരുന്ന് അതിവേഗത്തിൽ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടി. കണക്കുകൂട്ടലുകൾ പിഴച്ച സഹദേവന് കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. പോലീസ് ജീപ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന പേഴ്സണൽ മൊബൈൽ ഫോൺ തപ്പിപ്പിടിച്ച് സാറയെ കോൾ ചെയ്തു. സാറാ പ്ലീസ്, വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ തയ്യാറാണ്. പണം സംഘടിപ്പിക്കാൻ എനിക്കല്പം സാവകാശം വേണം. സഹദേവൻ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സേറ ആകെ ആശയക്കുഴപ്പത്തിലായി. എനിക്കൊന്ന് ആലോചിക്കണം. ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. സേറ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് സൈമണിന്റെ ഫോണിലേക്ക് വിളിച്ചു. സൈമണേട്ടാ, അരവിന്ദന് ഒന്ന് കൊടുക്കാമോ? സൈമൺ പെട്ടെന്ന് തന്നെ അരവിന്ദന് ഫോൺ കൈമാറി. ഡോക്ടറെ പറ, അരവിന്ദനാണ്. അരവിന്ദ, സഹദേവൻ ഇപ്പോൾ വിളിച്ചിരുന്നു. അയാൾ ആകെ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു. എന്നോട് മാന്യമായിട്ടാണ് സംസാരിച്ചത്. വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അയാൾ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ഒരു കാര്യം ചെയ്യേ, അയാളുടെ നമ്പർ പറ, ഞാൻ സംസാരിച്ചോളാം. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് പറ എനിക്കൊരു സഹായം വേണമെന്ന്. ശരി അരവിന്ദ. സേറ ഉടനെ സഹദേവനെ കോൾ ചെയ്തു. വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. പക്ഷേ അരവിന്ദനൊരു സഹായം വേണം. ചെയ്തു കൊടുത്താൽ ഷെഡ്യൂൾ ടൈം ഞാൻ മാറ്റിത്തരാം. സകല ദേഷ്യവും കടിച്ചമർത്തി ഒരക്ഷരം വേണ്ടാതെ സേറയുടെ വാക്കുകൾ സഹദേവൻ കേട്ടുനിന്നു. ഫോണ് കട്ട് ചെയ്തതും അയാൾ വണ്ടിയുടെ ബോണറ്റിൽ ആഞ്ഞടിച്ചു.
അരവിന്ദിന്റെ കോളും പ്രതീക്ഷിച്ച് അക്ഷമയോടെ കാത്തിരുന്നു. പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്തു. സഹദേവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. സാറേ, അരവിന്ദനാണ്. എന്താ സാറേ പെട്ടെന്നൊരു മനംമാറ്റം? കൂട്ടത്തിലുള്ളവൻ ചതിച്ചോ? അരവിന്ദ, അനാവശ്യ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട. നിന്റെ ആവശ്യം എന്താണെന്ന് പറ. അത് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള ഇടപാട്. ചൂടാവാതെ സഹദേവൻ സാറേ. പണത്തോടുള്ള അടങ്ങാത്ത അത്യാഗ്രഹം കൊണ്ട് നീ ഇല്ലാതാക്കിയത് 7 കുടുംബങ്ങൾ. അതിൽ പൊലിഞ്ഞു പോയത് 18 ജീവനുകൾ. എല്ലാം ജനങ്ങൾക്ക് മുമ്പിലെത്താൻ ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. സാത്താനോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മിനിമം അവന്റെ കിരീടമെങ്കിലും കയ്യിൽ വാങ്ങി വെക്കണ്ടേ? ഡാ, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതേ സഹദേവൻ സാറേ, ഭീഷണി തന്നെ. ഓഫീസ് പൂട്ടി സീൽ ചെയ്തപ്പോൾ പോലീസുകാർ കണ്ടുകെട്ടിയ എന്റെ പാസ്പോർട്ടും ID കാർഡും സേറയുടെ ഹോസ്പിറ്റലിലെ കംപ്ലൈന്റ് ബോക്സിൽ കൊണ്ടിടണം. ഏയ്, താനെന്നെ കുരുക്കാൻ നോക്കുന്നോടോ? അതെ സാറേ, കുരുക്കിട്ട് മുറുക്കാൻ ശ്രമിക്കുകയാണ്. സാർ അത് ചെയ്തില്ലെങ്കിലും ഫയലും വീഡിയോയും പബ്ലിക് ആകുന്നതോടെ എന്തായാലും കുരുങ്ങും. പറഞ്ഞ പണി ചെയ്താൽ വീഡിയോ ഷെഡ്യൂൾ നീട്ടിത്തരും. അപ്പോ ചെയ്യുന്നതല്ലേ ബുദ്ധി സാറേ. അരവിന്ദ, കളിക്കല്ലേ നീ. അതൊക്കെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. എന്റെ പണി പോകൂ. തന്നെ കോടതി കയറ്റുന്നതിനും നല്ലതല്ലേ സഹദേവൻ സാറേ. സാറിന്റെ സ്റ്റേഷനിൽ ചെന്ന് പെട്ടെന്ന് പറഞ്ഞ പണി ചെയ്യേ. ദേ, ഇനി കൂടുതൽ സമയമില്ല. സഹദേവൻ എന്തോ പറയാൻ വന്നെങ്കിലും അരവിന്ദൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ അരവിന്ദൻ സേറയെ ഫോൺ ചെയ്തു. ഡോക്ടറെ, ഹോസ്പിറ്റലിലെ കംപ്ലൈന്റ് ബോക്സിന്റെ മുന്നിൽ CCTV ക്യാമറയുണ്ടോ? ഉണ്ട് അരവിന്ദ. കംപ്ലൈന്റ് ബോക്സിൽ ലെറ്റർ ഇടുന്നവരെ വ്യക്തമായി കാണുന്ന തരത്തിൽ ആ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാമോ? ഈ സമയത്ത് ഞാനൊന്ന് നോക്കട്ടെ അരവിന്ദ. പിന്നെ ഡോക്ടറെ, കംപ്ലൈന്റ് ബോക്സിന്റെ ചാവി എനിക്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെ എവിടെയെങ്കിലും വെക്കണം. ശരി. സേറ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി. വാച്ച്മാനെ വിളിച്ചുകൊണ്ടുപോയി ക്യാമറയുടെ പൊസിഷൻ ആവശ്യാനുസരണം സെറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അടുത്തുണ്ടായിരുന്ന ചെടിച്ചട്ടിയുടെ അടിയിൽ കംപ്ലൈന്റ് ബോക്സിന്റെ ചാവി ഒളിപ്പിച്ചു വെച്ചു. അതേസമയം കൂടുതൽ സമയം പാഴാക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി സഹദേവൻ അതിവേഗത്തിൽ സ്റ്റേഷനിലേക്ക് വണ്ടി ഓടിച്ചു. പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ID കാർഡുകൾ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കംപ്ലൈന്റ് ബോക്സിൽ കൊണ്ടിട്ടു. ശേഷം സേറയെ വിളിച്ചു. അരവിന്ദൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അധികം സമയമില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യേ. അതെന്ത് പരിപാടിയാണ് സാറേ? അരവിന്ദനല്ലേ ജോലി ഏൽപ്പിച്ചത്. അപ്പോൾ വിളിച്ചു പറയേണ്ടത് അവനോടല്ലേ? എടീ, കളിച്ചോ. പക്ഷേ നിന്നെയും അവനെയും ഒരിക്കലെന്റെ കൈ കിട്ടും. അത് കിട്ടുമ്പോഴല്ലേ സാറേ. സാറിന് പണി കിട്ടാൻ കുറച്ച് സമയമുള്ളൂ. വേഗം അവനെ വിളിച്ച് കാര്യം പറ. അടിച്ചു കൊല്ലാനുള്ള ദേഷ്യത്തോടെ സഹദേവൻ ഫോൺ കട്ട് ചെയ്തു. ശേഷം അരവിന്ദനെ വിളിച്ചു. എന്റെ ദൈവമേ, സാർ ഇത്ര പെട്ടെന്ന് എന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. മോനെ അരവിന്ദ, ജീവിതം ഫുട്ബോൾ കളി പോലെയാണ്. പന്തൊരിക്കൽ എന്റെ കാലിലും കിട്ടും. അതുകൂടി ഓർത്തിട്ട് കളിച്ചാൽ മതി. ആണോ സാറേ? ഞാനങ്ങ് പേടിച്ചുപോയി. എന്നാൽ കളിക്കാരൻ പോയി കുറച്ചുനേരം റെസ്റ്റ് എടുക്ക്. വീഡിയോയുടെയും ഫയലുകളുടെയും പുതിയ സമയം അറിയിക്കുന്നതുവരെ സ്വന്തം ഫ്ലാറ്റിൽ പോയിരിക്കെ. പുറത്തിറങ്ങിയാൽ കൂടെ തന്റെ തോന്നിയവാസങ്ങളും പുറത്തിറങ്ങും. പോയി ഫ്ലാറ്റിൽ പോയിരിക്കെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം, കംപ്ലൈന്റ് ബോക്സിൽ നിന്നും എന്റെ ID കാർഡുകളല്ല കിട്ടുന്നതെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതുപോലെ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്റെ വാലുകളെ നിർത്താനാണ് ഭാവമെങ്കിൽ 8ന്റെ പണി തരം ഞാൻ. ഒരക്ഷരം മിണ്ടാനാവാതെ സഹദേവനെല്ലാം കേട്ടുനിന്നു. സൈമണും അരവിന്ദും ജീപ്പുമായി സൈമണിന്റെ വീട്ടിന്റെ പടിക്കലെത്തി. ബോധരഹിതനായി കിടക്കുന്ന അൻവറിനെ കണ്ട് ഇരുവരും ഒന്ന് ഞെട്ടി. അകത്തു നിന്നും TV-യിൽ സിനിമാ പാട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. സൈമൺ അല്പം ഭയത്തോടെ അരവിന്ദനോട് ചോദിച്ചു, മോനെ, അവന് ജീവനുണ്ടോ? ഉടനെ അകത്തു നിന്നും ശബ്ദം കേട്ടു. ആ ചേട്ടായി ചത്തൊട്ടൊന്നുമില്ലപ്പാ. ബോധം വരുമ്പോൾ എണീറ്റ് പൊക്കോളും. ടെസ്സയുടെ മറുപടി കേട്ട് അരവിന്ദൻ അറിയാതെ ചിരിച്ചുപോയി. അരവിന്ദൻ അൻവറിന്റെ അടുത്ത് ചെന്നിരുന്ന് പരിശോധിച്ച ശേഷം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല സൈമണേട്ടാ, ആൾക്ക് ജീവനുണ്ട്. നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. തലയ്ക്കടിയിട്ട് ഇപ്പോൾ ബോധം പോയിട്ടുണ്ടാവും. അപ്പോഴേക്കും TV റിമോട്ടുമായി ടെസ്സ പുറത്തേക്ക് വന്നു. എന്തോന്നാപ്പാ, അപ്പന്റെ വെപ്രാളം കണ്ടാ തോന്നും അവൻ എന്നെയാ തല്ലിയതെന്ന്. ബോധം പോയത് നന്നായി, ഇല്ലെങ്കിൽ 2 കൂടി ഞാൻ കൊടുത്തേനെ. പെട്ടെന്ന് സേറയുടെ ഫോൺ കോൾ വന്നു. സൈമൺ ഫോൺ അരവിന്ദന്റെ കയ്യിൽ കൊടുത്തു. എന്തായി അരവിന്ദ? കുറച്ചു നേരത്തേക്ക് അയാളുടെ ശല്യം ഉണ്ടാകില്ല ഡോക്ടറെ. ഞാൻ അയാളെ ഫ്ലാറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോയും ഫയലൊക്കെ കളഞ്ഞോ?
അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലെ PC-യിൽ ലോഗിൻ ചെയ്ത് കളഞ്ഞിരുന്നു അരവിന്ദ. 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിന് മുന്നിലെത്തും ഡോക്ടറെ. ആ ചാവി എവിടെയാ വെച്ചത്? അത് കംപ്ലൈന്റ് ബോക്സിന്റെ നേരെ താഴെ ചെടിച്ചട്ടിയുടെ അടിയിലുണ്ടാകും. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. അരവിന്ദൻ ഫോൺ കട്ട് ചെയ്തതും ടെസ് അരികിൽ ചെന്ന് ചോദിച്ചു. എന്താ ചേട്ടായി? എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ഇന്നലത്തെ ചേട്ടന്റെ അവസ്ഥ അപ്പൻ പറഞ്ഞതു മുതൽ നേരിൽ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സോറി ടെസ, ഞാൻ ഫോൺ വിളിക്കുന്ന തിരക്കിലായിപ്പോയി. ഉടനെ തറയിൽ കിടക്കുന്ന അൻവറിനെ ചൂണ്ടിക്കാണിച്ച് ടെസ പറഞ്ഞു. കണ്ടോ, ഞാൻ തല്ലി ബോധം കെടുത്തിയതാണ്. അതെനിക്ക് മനസ്സിലായി. തന്റെ ധൈര്യവും കരുത്തും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കണ്ടോ അപ്പാ, ആക്രമിക്കാൻ വന്നവനെ ഇടിച്ചു താഴെയിട്ടാൽ ഇതുപോലെ പ്രശംസിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അൻവറിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ടെസ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. ഏട്ടാ, ബോസ് 2 എന്നാണുള്ളത്. അപ്പോൾ ഇത് ആ സഹദേവനായിരിക്കും അല്ലേ? കോൾ എടുത്തിട്ട് പറയട്ടെ, ഇവനെ ഇടിച്ച് പഞ്ചറാക്കിയെന്ന്. ഏയ് ടെസ, ഇപ്പോൾ കോൾ എടുക്കരുത്. അയാൾ കുറെ സമയം ട്രൈ ചെയ്യട്ടെ. ഈ ഫോൺ അൺലോക്ക് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? ഇത് പാറ്റേൺ ലോക്ക് അല്ലേ? അതും പറഞ്ഞ് അക്ഷരം പാറ്റേൺ ലോക്കിലൂടെ വിരലോടിച്ച് ടെസ ഫോൺ അൺലോക്ക് ചെയ്തു. അത് കണ്ട് അരവിന്ദൻ ഞെട്ടിപ്പോയി. അല്ല ടെസ, നിനക്കെങ്ങനെ ലോക്ക് മനസ്സിലായി? ഒറ്റയടിക്ക് ബോധം പോയി കിടക്കുന്ന ഇയാളൊക്കെ ഇതിൽ കൂടുതൽ എന്ത് ലോക്ക് വെക്കാനാണ് ചേട്ടായി? ടെസയുടെ വാക്കുകൾ കേട്ട് സൈമണും അരവിന്ദനും ചിരിച്ചുപോയി. ഫോണിന്റെ ഗാലറിയും ഡീറ്റെയിൽസുമൊക്കെ പരിശോധിച്ചതിന് ശേഷം ടെസ കുറച്ച് സംശയങ്ങൾ പറഞ്ഞു. ചേട്ടായി, ഗാലറിയിൽ 1-2 ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ വാട്സപ്പിൽ വന്ന കുറച്ച് ചിത്രങ്ങളും വോയിസ് നോട്ടുകളും. പക്ഷേ 32 GB ഇന്റേണൽ മെമ്മറിയുള്ള ഫോണിലെ 90% ഉപയോഗിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ ടെസ? അരവിന്ദൻ ആകാംക്ഷയോട് ചോദിച്ചു. ചേട്ടായി, ഫോണിൽ എവിടെയോ ഫയലുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ടതും വീടിന്റെ പുറത്തിരിക്കുകയായിരുന്ന സൈമൺ ഇരുവർക്കും അരികിലായി ചെന്ന് പറഞ്ഞു. അതൊരു പക്ഷേ സഹദേവിന്റെ രഹസ്യങ്ങളായിരിക്കും. ഉടനെ അരവിന്ദൻ മറുപടി പറഞ്ഞു. ഉറപ്പില്ല സൈമണേട്ടാ, പ്രതീക്ഷ മാത്രമാണ്. നമ്മുടെ കയ്യിൽ ഇനി അധികം സമയമില്ല. ബോധം പോയി കിടക്കുന്ന ഇയാളെ എവിടെയെങ്കിലും പൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ സേറയുടെ ഹോസ്പിറ്റലിൽ ചെല്ലണം. എന്നിട്ട് ഈ ഫോൺ വെച്ച് ഒരു കളി കൂടി കളിക്കാനുണ്ട്. പെട്ടെന്നാണ് ഗാലറിയിലുള്ള ഫോട്ടോകളിൽ ഒരെണ്ണം ആരുടെയോ ബാങ്ക് പാസ്ബുക്ക് ആണെന്ന് ടെസ തിരിച്ചറിഞ്ഞത്. സൂം ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചതിന് ശേഷം ടെസ പറഞ്ഞു. ഇതിൽ സഹദേവൻ എന്ന ആളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അത് കേട്ട് സൈമൺ പറഞ്ഞു. ആ, സഹദേവൻ പോലീസുകാരന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നെയായിരിക്കും. പണമിടപാട് നടത്താനോ മറ്റോ അയച്ചു കൊടുത്തതായിരിക്കും. അരവിന്ദൻ ടെസയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. അക്കൗണ്ട് ഡീറ്റെയിൽസ് എഴുതിയെടുത്തതിനു ശേഷം അവൾക്ക് തിരിച്ചു കൊടുത്തു. അത് കണ്ട് സൈമൺ ചോദിച്ചു. അല്ല അരവിന്ദ, ഇയാളുടെ അക്കൗണ്ട് നമ്പർ എന്തിനാ തനിക്ക്? തേടിയ വള്ളി കാലിൽ ചുറ്റിയതാ സൈമണേട്ടാ. ഒരിക്കലും പേഴ്സണൽ അക്കൗണ്ട് നമ്പറിൽ അയാൾ പണമിടപാട് നടത്തില്ല. ഒന്നുകിൽ ഇത് അൻവർ എന്തിനോ ഫോട്ടോ എടുത്ത് വെച്ചതായിരിക്കും. എന്തായാലും എനിക്ക് ഈ അക്കൗണ്ട് നമ്പർ ആവശ്യമുണ്ട്. സൈമണേട്ടാ, ഇവനെ ഒന്ന് പിടിക്കേ. അതെന്താ ചേട്ടായി, ഞാൻ പിടിച്ചാ? ഉടനെ ടെസ് ചോദിച്ചു. ഓ, ഒന്നുമില്ലേ, നീ കൂടെ പിടിക്കേ. അകത്തെവിടെയെങ്കിലും ഇവനെ കെട്ടിയിടണം. അവർ മൂവരും ചേർന്ന് അൻവറിനെ ഒരു കസേരയിൽ കെട്ടിയിട്ട് മുറിക്കുള്ളിൽ പൂട്ടി. അതിനുശേഷം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. അതേസമയം ഫ്ളാറ്റിൽ ഇരിക്കുകയായിരുന്നു സഹദേവൻ. ആകെ അസ്വസ്ഥതയിലാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ഫ്ളാറ്റിനകത്തു നിന്നും തലങ്ങും വിലങ്ങും നടന്നു. ഇടയ്ക്കിടെ അൻവറിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ ചുമരിൽ ആഞ്ഞുകുത്തുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പിറകെ സീറ്റിലുണ്ടായിരുന്ന ടെസ്സയോട് അരവിന്ദൻ പറഞ്ഞു. ടെസ്സ, ആ ഫോണിന്റെ നെറ്റ്വർക്ക് ആദ്യം ഓഫ് ചെയ്യ്, അല്ലെങ്കിൽ അയാൾ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വാട്സപ്പിൽ അൻവർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത വോയിസ് സന്ദേശങ്ങൾ ചേർത്തിണക്കി ഒരു ഓഡിയോ നോട്ട് ഉണ്ടാക്കാൻ സാധിക്കൂ? പറ്റും ചേട്ടായി. പ്ലേ സ്റ്റോറിൽ നിന്ന് ഓഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. പിന്നെ ചേട്ടായിക്ക് ആവശ്യമുള്ള സംഭാഷണങ്ങൾ പറഞ്ഞാൽ മതി. ഞാനത് ചേർത്ത് ഒരു ഓഡിയോ ഉണ്ടാക്കി തരാം. യാത്രയ്ക്കിടെ അൻവർ പലർക്കും അയച്ച ഓഡിയോ സന്ദേശങ്ങൾ കേട്ടുനോക്കി. അതിൽ നിന്നും ആവശ്യമുള്ളവ മാത്രം തിരഞ്ഞെടുത്ത് ടെസ്സ ഒരു ഓഡിയോ നോട്ട് ഉണ്ടാക്കി കൊടുത്തു. ശേഷം അത് സൈമണിന്റെ ഫോണിലേക്ക് അയച്ചു. എല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുകയായിരുന്ന സൈമൺ ചോദിച്ചു. ഇതൊക്കെ എന്തിനാണ് അരവിന്ദ?
അയാളെ പൊടിക്കുന്നടക്കിയില്ലെങ്കിൽ പണി വേറെ കിട്ടും. അതുകൊണ്ട് അയാളെ എത്രത്തോളം മാനസികമായി തളർത്താൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ സാധിക്കും. സൈമണേട്ടാ, ഒന്ന് വണ്ടി ഒതുക്കി നിർത്ത്. വണ്ടി ഒതുക്കി നിർത്തിയതും അരവിന്ദൻ ടെസ്സിയോട് പറഞ്ഞു. ടെസ, മൊബൈൽ ഫോണിലെ നെറ്റ്വർക്ക് ഓൺ ചെയ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ അപ്പന്റെ ഫോണിൽ നിന്നും കറക്റ്റ് അൻവറിന്റെ ഓഡിയോ പ്ലേ ചെയ്യണം. ഓക്കെ ചേട്ടായി. അൻവറിന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഓൺ ചെയ്ത് സഹദേവന്റെ കോളും പ്രതീക്ഷിച്ച് അവർ കാത്തിരുന്നു. അവരുടെ പ്രതീക്ഷ പാഴായില്ല. പെട്ടെന്ന് സഹദേവന്റെ കോൾ വന്നു. ടെസയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അരവിന്ദൻ കോൾ എടുത്ത് ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തു. ടെസ സൈമണിന്റെ ഫോണുമായി തൊട്ടടുത്ത് തന്നെ നിന്നു. എടോ, തന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അയാളുടെ വീട് കണ്ടുപിടിച്ചോ? ഉടനെ അരവിന്ദൻ മറുപടി പറഞ്ഞു. കണ്ടുപിടിച്ചു സാറേ. കൂടെ നിർത്തുകയും ചെയ്തു. ശബ്ദം മാറി കേട്ടതോടെ സഹദേവൻ ആകെ അസ്വസ്ഥതയിലായി. ഏയ്, താൻ ആരാടോ? അൻവർ എവിടെ? എന്താ സാറേ, എന്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അരവിന്ദനാണ്. ഏയ് ഡാ, നീ കളിക്കല്ലേ. കളിയല്ല സാറേ, സംഗതി അല്പം സീരിയസ് ആണ്. പണം കൊടുത്താൽ ഇങ്ങോട്ട് വേണമെങ്കിലും ചാടുന്നവരെയാണോ സാറ് കൂടെ കൂട്ടിയിരിക്കുന്നത്? ഡാ അരവിന്ദ, നീ അവനെ എന്തെങ്കിലും ചെയ്താൽ ഒന്നിനെയും ബാക്കി വെക്കില്ല ഞാൻ. എന്തായാലും സാറേ, സാറിന് ഇവനോടുള്ള ആത്മാർത്ഥത പോലും ഇവന് സാറിനോട് ഇല്ലാതെയായിപ്പോയി. ആൾക്കിത്തിരി പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ചാഞ്ഞു. ഡാ അരവിന്ദ, അൻവറിനെ ഞാൻ 5-6 കൊല്ലായി കാണാൻ തുടങ്ങിയിട്ട് നീയൊക്കെ കൂടി അവനെ എന്താടാ ചെയ്തത്? സാറിന്റെ വിശ്വാസം സാറിനെ രക്ഷിക്കട്ടെ. അല്ലേടാ അൻവറേ? ഉടനെ അരവിന്ദൻ ടെസ്സിയോട് ഓഡിയോ പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതെ അതെ, കാശിന് അത്യാവശ്യമുണ്ട് സാറേ. കാശ് തരാന്ന് പറഞ്ഞു. അത് തന്നെയാണ് നല്ലത് എന്നെനിക്കും തോന്നി. ഡാ, സഹദേവൻ അലറുന്നുണ്ടായിരുന്നു. അടങ്ങ് സഹദേവൻ സാറേ, ഇവൻ കുറച്ച് കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. സാറിന്റെ കുറച്ച് തോന്നിയവാസങ്ങൾ ഓഡിയോ എടുത്തിട്ട്. ഏയ്, സഹദേവൻ മറുപടി പറയുന്നതിന് മുമ്പ് അരവിന്ദൻ ഫോൺ കട്ട് ചെയ്തു. സൈമണേട്ടാ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തണം. അതേസമയം അരവിന്ദന്റെ ഫോൺ സംഭാഷണം കേട്ടതും സഹദേവന്റെ ഉള്ളിൽ പല സംശയങ്ങളും ഉടലെടുത്തു. ക്യാമറ വെളിയിൽ കാണുന്ന തരത്തിൽ മൊബൈൽ ഫോൺ ഷർട്ടിന്റെ പോക്കറ്റിലിട്ട് നടക്കുന്ന സ്വഭാവം അൻവറിനുള്ള കാര്യം ഓർത്തെടുത്തു. ഇനിയൊരു പക്ഷേ ആ സമയങ്ങളിലെല്ലാം അവൻ വീഡിയോ ചിത്രീകരിച്ചിരിക്കുമോ? അയാൾ ആകെ അസ്വസ്ഥനായി. മനുവും അൻവറും അരവിന്ദനുമൊക്കെ ചേർന്ന് തന്നെ കൊടുക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണോ? വീട്ടുതടങ്ങളിൽ വെച്ച് തെളിവുകൾ ശേഖരിച്ച് അത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാനുള്ള കരുക്കൾ നീക്കുകയാണോ? അയാൾ TV റിമോട്ട് എടുത്ത് ന്യൂസ് ചാനലുകൾ മാറി മാറി പരിശോധിച്ചു. ഭയവും ദേഷ്യവും സഹിക്കവയ്യാതായപ്പോൾ വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കാൻ തുടങ്ങി. അതേസമയം സൈമണും ടെസയും ഹോസ്പിറ്റലിന് അല്പം ദൂരെയായി ജീപ്പിൽ കാത്തുനിന്നു. അരവിന്ദൻ ഹോസ്പിറ്റലിൽ ചെന്ന് ക്യാമറയിൽ മുഖം പതിയുന്ന തരത്തിൽ നിന്നുകൊണ്ട് ബോക്സിനകത്ത് നിന്നും ID കാർഡുകൾ കൈക്കലാക്കി. കൂടുതൽ സമയം പാഴാക്കാതെ സൈമണിന്റെ അരികിലെത്തി. സൈമണേട്ടാ, ഒരു മൊബൈൽ ഫോൺ വാങ്ങണം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡും എടുക്കണം. അവർ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന കടയിൽ ചെന്ന് ഒരു മൊബൈൽ ഫോൺ വാങ്ങി. പിന്നെ ID കാർഡ് നൽകി ഡ്യൂപ്ലിക്കേറ്റ് സിം ആക്ടിവേറ്റ് ആകും വരെ അക്ഷമയോടെ കാത്തിരുന്നു. അരവിന്ദ, സിം ആക്ടിവേറ്റ് ആവാൻ എത്ര സമയമെടുക്കും? ചുരുങ്ങിയത് 1 മണിക്കൂർ. ഇനി എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണ്ടിവരും. അങ്ങനെ വന്നാൽ എന്റെ പദ്ധതികളെല്ലാം തകരും സൈമണേട്ടാ. ഇല്ല മോനെ, ദൈവം കൂടെയുണ്ട്. അതേസമയം തളർന്നവശനായി മനു സേറയുടെ ഹോസ്പിറ്റലിലെത്തി. ദേഹത്തും വസ്ത്രത്തിലും അഴുക്കുപുരണ്ട് കയറി വന്ന അവനെ എല്ലാവരും രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റി അവന് പിറകെ ഓടുന്നുണ്ടെങ്കിലും അവൻ അതിവേഗത്തിലോടി സേറയുടെ ക്യാബിനിൽ ചെന്ന് കയറി. വാതിൽ ലോക്ക് ചെയ്തു. വൃത്തിഹീനമായി ഓടിക്കയറി വന്ന മനുവിനെ കണ്ട് ഒരു നിമിഷം ഭയന്നുപോയ സേറ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ആരാണ് നിങ്ങൾ? ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് കയറി വന്നത്? ഡോക്ടർ ആരെയും വിളിച്ചുകൂട്ടല്ലേ, ഞാൻ മനുവാണ്. അന്ന് സഹദേവൻ സാറിന്റെ കൂടെ ഫ്ലാറ്റിൽ വന്ന് തോർക്കുന്നില്ലേ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇറങ്ങിപ്പോടാ വെളിയിൽ. ഡോക്ടർ പ്ലീസ്. ഇപ്പോൾ ഡോക്ടർക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. ആ സഹദേവൻ ഏത് നിമിഷവും എന്നെ കൊല്ലും. അയാളുടെ എല്ലാ തോന്നിയവാസങ്ങൾക്കും കൂട്ടുനിന്ന എന്നെ അവസാനം ചതിച്ചു ഡോക്ടറെ. എവിടെ വേണമെങ്കിലും അയാൾക്കെതിരെ ഞാൻ സാക്ഷി പറയാം. എനിക്കുള്ള എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. അയാൾക്ക് എന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കരുത് പ്ലീസ്. ഗ്ലാസ് ഡോറിന് പുറത്തു നിന്ന് ആരൊക്കെയോ മുട്ടുന്നുണ്ടായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ പുറത്തുള്ള ആൾക്കാരുടെ സംസാരം കേൾക്കാം.
അയാൾ ഡോക്ടറെ എന്തെങ്കിലും ചെയ്യുമോ? ഡോക്ടറെ, വാതിൽ തുറക്ക്. പോലീസിനെ വിളിച്ചാലോ? ഭയന്ന് വിറക്കുകയായിരുന്ന മനു പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് സേറയുടെ ടേബിളിൽ മുന്നിൽ വെച്ച് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഡോക്ടറെ പ്ലീസ്, എന്നെയൊന്ന് വിശ്വസിക്ക്. ഞാൻ സഹദേവിന് വേണ്ടി നാടകം കളിച്ചു വന്നതല്ല. റിവോൾവറിൽ ബുള്ളറ്റുണ്ട്. ഡോക്ടറിനെ വിശ്വാസമില്ലെങ്കിൽ കൊന്നുകളഞ്ഞേക്ക്. അപ്പോഴേക്കും സേറയുടെ ലാൻഡ് ഫോൺ റിങ് ചെയ്തു. സേറ, ക്യാബിനിൽ ആരാ കയറിയത്? തന്നെ അയാൾ എന്തെങ്കിലും ചെയ്തോ? അഭിനാഷേ, താൻ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റ്. എനിക്കറിയാവുന്ന ആളാണ്, കുഴപ്പമൊന്നുമില്ല. സേറ, നീ? അഭിനാഷേ പ്ലീസ്. ഓക്കെ സേറ. അവൻ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതൊന്നല്ലല്ലോ? അല്ലടാ. ഓക്കെ, ഞാൻ പുറത്തു തന്നെ ഉണ്ടാകും. സേറ ഫോൺ കട്ട് ചെയ്തതും മനു സംസാരിച്ചു തുടങ്ങി. ഡോക്ടർ ഒരു വീഡിയോ എടുക്കാമോ? എന്നെയും ഡോക്ടറെയും കൊല്ലാൻ ശ്രമിച്ചതുൾപ്പെടെ അയാളുടെ എല്ലാ കുറ്റകൃത്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറയാം. അതിന് എൻ്റെ കയ്യിൽ ഫോണില്ല മനു. അത് പറഞ്ഞ് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം സേറ വീണ്ടും പറഞ്ഞു. ഒരു വഴിയുണ്ട്. സേറ ഉടനെ അഭിലാഷിനെ കോൾ ചെയ്തു. നീ മാത്രം ഉള്ളിൽ കയറാൻ പാടുള്ളൂ. ഒന്ന് വാ. ഓക്കെ സേറ. ഡോറ് തുറന്ന പാടെ പലരും അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരെയും തള്ളിമാറ്റി അഭിനാഷ് അകത്ത് കയറി. അഭിനാഷേ, ഇയാൾ പറയുന്നതൊക്കെ ഫോണിലൊന്ന് വീഡിയോ എടുക്ക്. 10 മിനിറ്റോളം നീണ്ടുനിന്ന വീഡിയോ ചിത്രീകരണത്തിന് ശേഷം സേറ തന്റെ ഫ്ളാറ്റിന്റെ ചാവി അഭിനാഷിനെ ഏൽപ്പിച്ചു. അഭിനാഷേ, നിന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ? ഇയാളെ എന്റെ ഫ്ളാറ്റിൽ കൊണ്ടുവിടാമോ? പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങൾ നീ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ സേറ. സേറ മനുവിനോട് പറഞ്ഞു. തൽക്കാലം നീ എന്റെ ഫ്ളാറ്റിലൊളിക്ക്. സഹദേവൻ നിന്നെ അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഡ്യൂട്ടി കഴിഞ്ഞാലുടനെ ഞാൻ അവിടെ എത്താം. അയാൾക്കെതിരെ ചെയ്യേണ്ടതൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാം. അതേസമയം അരവിന്ദന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. 45 മിനിറ്റ് കൊണ്ട് തന്നെ സിം ആക്ടിവേറ്റ് ആയി. ഉടനെ തന്നെ ഫോണിൽ ബാങ്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സിം കാർഡിലേക്ക് വന്ന OTP ഉപയോഗിച്ച് സഹദേവിന്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. അതുകണ്ട സൈമൺ ആകെ ആശയക്കുഴപ്പത്തിലായി. അരവിന്ദ, സഹദേവിന് നീ എന്തിനാണ് പണം അയച്ചു കൊടുത്തത്? അതൊക്കെയുണ്ട് സൈമണേട്ടാ. വാലിന് തീപിടിച്ച പട്ടിയെപ്പോലെ സഹദേവൻ ഓടുന്നത് സൈമണേട്ടന് കുറച്ച് സമയത്തിനുള്ളിൽ കാണിച്ചു തരാം. പെട്ടെന്നാണ് സേറയുടെ ഫോൺ കോൾ വന്നത്. അരവിന്ദൻ കോളെടുത്ത് സംസാരിച്ചു. അരവിന്ദ, നമുക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. സഹദേവനുമായി തെറ്റി ആ മനു എന്ന് പറയുന്നവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. സഹദേവന്റെ റിവോൾവർ എനിക്ക് തന്നു. അയാൾ നടത്തിയ എല്ലാ കൊലപാതകങ്ങളെക്കുറിച്ചും അവൻ പറഞ്ഞത് ഞാനൊരു വീഡിയോ ആയി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനെവിടെയാ ഉള്ളത് ഡോക്ടറെ? എൻ്റെ ഫ്ളാറ്റിലേക്ക് സുഹൃത്തിന്റെ കൂടെ അയച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ? അല്പം പുച്ഛത്തോടെയായിരുന്നു സേറയുടെ ആ ചോദ്യത്തിന് അരവിന്ദൻ മറുപടി പറഞ്ഞത്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഡോക്ടർ എന്തോന്ന് ചെയ്യാൻ? 50ഓളം ക്രിമിനൽ കേസുകളിൽ പലതവണയായി ജയിലിൽ കിടന്നവന്റെ മൊഴി ഏത് കോടതിയാണ് മുഖവിലക്കെടുക്കുക? നല്ലൊരു വക്കീലിനെ വെച്ചാൽ വർഷങ്ങളോളം കേസ് നീണ്ടുപോകും. നമ്മുടെ നീതിന്യായം അങ്ങനെയാണ് ഡോക്ടറെ. പിന്നെ അയാൾക്കെതിരെ നമ്മൾ എന്താ ചെയ്യുക അരവിന്ദ? ഡോക്ടറൊന്നും ചെയ്യണ്ട, എല്ലാം അയാൾ തന്നെ ചെയ്തോളൂ. മനുവിനെയും അൻവറിനെയും കൊന്ന് അയാൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. എൻ്റെ അച്ഛനെ പോലെ കരുതിയിരുന്ന സതീശേട്ടനെ കൊന്ന അയാളെ ഞാൻ വെറുതെ വിടുമോ? അയാൾക്കുള്ള ശിക്ഷ കോടതിയല്ല വിധിക്കുന്നത്, ഞാനായിരിക്കും. അതിനുള്ള കുരുക്കൊക്കെ ഞാൻ ഇട്ടുകഴിഞ്ഞു. ഡോക്ടർ ഗാലറിയിലിരുന്ന് ചുമ്മാ കളി കണ്ടാൽ മതി. അരവിന്ദ, നിയമം കയ്യിലെടുക്കാനാണോ നിന്റെ ഭാവം? സേറയുടെ വാക്കുകൾ കേൾക്കാതെ അരവിന്ദൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ സ്വന്തം ഫോൺ നമ്പറിൽ നിന്നും സഹദേവനെ കോൾ ചെയ്തു. ഫ്ളാറ്റിനുള്ളിൽ അസ്വസ്ഥതയോടെ തലങ്ങും വിലങ്ങും നടക്കുകയായിരുന്ന സഹദേവൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, സഹദേവൻ സാറേ. ആരടി നീ? ശബ്ദമൊക്കെ ഓർത്തു വെക്കണ്ടേ സാറേ? ഞാൻ അരവിന്ദനാണ്. ഇപ്പോ നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട സാറേ. സാറിന് വേണ്ടത് ഞാൻ അയച്ചിട്ടുണ്ട്. മെസ്സേജ് ഒന്ന് നോക്ക്. 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാസ്പോർട്ടും ID കാർഡുകളും ഒക്കെ എടുത്തു തരാൻ സാറ് ചോദിച്ച കൈക്കൂലിയാണത്. അടുത്തുണ്ടായിരുന്ന ടേബിൾ ചവിട്ടി നീക്കിക്കൊണ്ട് സഹദേവൻ അലറി. ഡാ, നീ എന്നെ കുരുക്കാനുള്ള കളി കളിക്കുകയാണല്ലേ? അതെ സാറേ. സാറാ കംപ്ലൈന്റ് ബോക്സിൽ എൻ്റെ ID കാർഡുകൾ കൊണ്ടിടുന്നതും ഞാൻ ചെന്നെടുക്കുന്നതും CCTV ക്യാമറയിൽ നല്ല വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ സസ്പെൻഷൻ മേടിച്ചു തരാൻ. പിന്നെ ഇതൊരു ചെറിയ സാമ്പിൾ കുരുക്ക് മാത്രമാണ്. അടുത്ത കളി മനുവിനെ വെച്ചിട്ടാണ്. അവനെ സുരക്ഷിതമായി
ഒരിടത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. തന്റെ റിവോൾവർ വെച്ച് തനിക്കുള്ള അടുത്ത പണി ഞാൻ തരുന്നുണ്ട്. നിറഞ്ഞ പുഞ്ചിരിയോടെ അരവിന്ദൻ ഫോൺ കട്ട് ചെയ്തു. ഭയവെപ്രാളത്തോടെ സഹദേവൻ മെസ്സേജ് പരിശോധിച്ചു. 10,000 രൂപ ക്രെഡിറ്റ് ആയത് കണ്ടതോടെ അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലറി. എന്തു ചെയ്യണമെന്നറിയാതെ ഫ്ളാറ്റിനകത്തു നിന്നും തലങ്ങും വിലങ്ങും നടന്ന് ആലോചിച്ചു. കൂടുതൽ നേരം ഫ്ളാറ്റിൽ തുടരുന്നത് അപകടകരമാണെന്ന് മനസ്സിലാക്കി ജീപ്പുമെടുത്ത് പുറത്തിറങ്ങി. വാഹനം ഓടിക്കുന്നതിനിടയിൽ സ്വയം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ചെറിയ സമയം കൊണ്ട് എന്തായാലും മനുവിനെ കൂടുതൽ ദൂരം ഒളിപ്പിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ സേറയുടെ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ സേറയുടെ ഫ്ളാറ്റിൽ. രണ്ടിലൊരിടത്ത് അവനുണ്ട്. അയാൾ തന്റെ വണ്ടി സേറയുടെ ഫ്ളാറ്റ് ലക്ഷ്യമാക്കി ഓടിച്ചു. ഫ്ളാറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയതും ചാടിയിറങ്ങി ഗേറ്റ് തള്ളി തുറന്നു. പിന്നെ ഫ്ളാറ്റ് ലക്ഷ്യമാക്കി നടത്തം ആരംഭിച്ചു. 116 മുറിയുടെ വാതിൽ മെല്ലെ തട്ടി നോക്കി. ഉള്ളിലുണ്ടായിരുന്ന മനു ആകെ ഭയന്നു പോയിരുന്നു. 1-2 തവണ ഡോറ് മുട്ടിയപ്പോൾ മെല്ലെ ഡോറിനടുത്ത് ചെന്ന് ചോദിച്ചു, ആരാ, സേറയാണോ? മനുവിന്റെ ശബ്ദം കേട്ടതും സഹദേവൻ ഡോറിൽ ആഞ്ഞു ചവിട്ടാൻ ആരംഭിച്ചു. ഫ്ളാറ്റിനകത്തെ സകല സാധനങ്ങളും വലിച്ചുകൊണ്ടുവന്ന് മനു ഡോറിനരികിൽ വെക്കാൻ ആരംഭിച്ചു. സഹദേവൻ ശക്തിയായി 3 ചവിട്ട് കൊടുത്തതോടെ ഡോറ് തുറന്നു. മനു എതിർവശത്തു നിന്നും ഡോറ് തള്ളി പിടിക്കുന്നുണ്ടെങ്കിലും സഹദേവന്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഡോറ് തള്ളി മാറ്റി അയാൾ അകത്ത് കയറി. 1-2 മിനിറ്റ് നീണ്ട സംഘട്ടനത്തിനൊടുവിൽ സഹദേവനെ തള്ളിയിട്ട് മനു പുറത്തേക്കോടി. കിച്ചണിൽ നിന്നും ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്തുകൊണ്ട് സഹദേവനും മനുവിന് പിന്നാലെ ഓടി. അയാൾ താഴെ എത്തുമ്പോഴേക്കും മനു ഓടി ഗേറ്റിന് പുറത്തെത്തിയിരുന്നു. 5 മിനിറ്റോളം മനുവിന് പിറകെ സഹദേവൻ ഓടിക്കൊണ്ടിരുന്നു. ദേഷ്യം കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ സത്യത്തിൽ സഹദേവൻ പരിസരം മറന്നിരുന്നു. ഓടി ഓടി ഒടുവിൽ മനു തളർന്നു വീണു. ഓടിയെത്തിയ സഹദേവൻ പൊതുജന മധ്യത്തിൽ നിന്ന് തന്നെ വീണുകിടന്ന അവനെ കത്തി ഉപയോഗിച്ച് വെട്ടാൻ ആരംഭിച്ചു. അവന്റെ ജീവൻ നിലച്ചപ്പോഴാണ് സഹദേവന് സ്ഥലകാല ബോധമുണ്ടാകുന്നത്. ആൾക്കാരെയൊക്കെ ഭയപ്പെടുത്തി മാറ്റിക്കൊണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. അതേസമയം അരവിന്ദൻ സേറയുടെ ക്യാബിനിലെത്തി. വാ ഡോക്ടറെ, പെട്ടെന്നിറങ്ങണം. അരവിന്ദ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. ഡോക്ടറെ, ഇന്നിനി ഇവിടെ തുടരുന്നത് അപകടമാണ്. ആ റിവോൾവർ എവിടെ? സേറ അലമാരയിൽ നിന്ന് റിവോൾവർ എടുത്ത് അരവിന്ദന്റെ കയ്യിലേൽപ്പിച്ചു. സേറയുടെ കൈയും പിടിച്ച് അരവിന്ദൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ഹോസ്പിറ്റലിന് മുന്നിൽ സൈമൺ ജീപ്പുമായി എത്തി. അരവിന്ദനും സേറയും ജീപ്പിൽ കയറി. സൈമണേട്ടാ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട് പിടിക്കണം. സൈമൺ അതിവേഗത്തിൽ വാഹനം ഓടിച്ചു. അവർ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് അല്പം കഴിഞ്ഞതേയുള്ളൂ. രക്തം പുരണ്ട വസ്ത്രവുമായി സഹദേവൻ ജീപ്പുമെടുത്ത് ഹോസ്പിറ്റലിലെത്തി. നേരെ സേറയുടെ ക്യാബിനിൽ ചെന്ന് നോക്കി. ഛേ, അയാൾക്ക് ദേഷ്യം അടക്കാനായില്ല. ഉടനെ സൈബർ സെല്ലിലേക്ക് വിളിച്ച് അരവിന്ദന്റെയും അൻവറിന്റെയും ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സാറേ, ഈ 2 നമ്പറുകളും ഒരേ നെറ്റ്വർക്ക് പരിധിയിലാണുള്ളത്. ടവർ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം അവർ സഞ്ചരിക്കുകയാണ്. അതും കൂടി കേട്ടപ്പോൾ സഹദേവൻ ഒരു കാര്യം ഉറപ്പിച്ചു. അൻവറിനെയും കൂട്ടി അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ടവർ ലൊക്കേഷൻ അനുസരിച്ച് സഹദേവൻ പിന്നാലെ യാത്ര ചെയ്യാൻ ആരംഭിച്ചു. നേരം ഇരുട്ടി തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ സൈമണിന്റെ വീടിനരികിലെത്തി. വീട്ടിൽ നിന്നും അൻവറിന്റെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. സൈമണേട്ടാ, അവന് ബോധം വന്നുവെന്ന് തോന്നുന്നു. അവർ അകത്ത് കയറി അൻവറിന്റെ വായ മുറുക്കിക്കെട്ടി കസേരയോടെ ജീപ്പിൽ കയറ്റി. പിന്നെ അവിടെ നിന്നും വണ്ടിയെടുത്ത് റബ്ബർ തോട്ടത്തിൽ മറവുള്ള ഒരിടത്ത് ജീപ്പ് നിർത്തി സഹദേവന്റെ വരവും കാത്തുനിന്നു. ദൂരെ നിന്നും ജീപ്പ് വരുന്ന ശബ്ദം കേട്ടതും അൻവറിന്റെ കെട്ടഴിച്ച് അരവിന്ദൻ പറഞ്ഞു, ഇനി പോയിക്കോളൂ. സഹദേവൻ നിന്നെ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിട്ടുണ്ട്. അൻവർ അത്ഭുതം പോലെ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സമയം പാഴാക്കിയില്ല. ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി റോഡിലേക്ക് ഓടി. ദൂരെ നിന്ന് തന്നെ ഹെഡ്ലൈറ്റ് വെളിച്ചം കണ്ടതോടെ അൻവർ നട റോഡിൽ നിന്ന് നിർത്താൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. വണ്ടി അടുക്കുന്തോറും റോഡിൽ നിൽക്കുന്നത് അൻവറാണെന്ന് സഹദേവൻ വ്യക്തമായി കണ്ടു. പകയുടെ തീജ്വാലയിൽ നിൽക്കുകയായിരുന്ന അയാൾ ജീപ്പിന്റെ വേഗത കൂട്ടി. ഏയ് നിർത്ത് എന്ന് ഉറക്കെ പറയുമ്പോഴേക്കും സഹദേവൻ അവനെ ഇടിച്ചു തെറിപ്പിച്ചു. റോഡിൽ വീണുകിടന്ന അൻവറിന്റെ ശരീരത്തിലൂടെ 2 തവണ വാഹനം കയറിയിറങ്ങി. അതിനുശേഷം ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി ചുറ്റും നോക്കി. റബ്ബർ തോട്ടത്തിൽ നിന്നും കാലൊച്ച കേട്ടതോടെ താഴെ തോട്ടത്തിലേക്ക് ചാടിയിറങ്ങി. എവിടെ നിന്നൊക്കെയോ കാലൊച്ച കേൾക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും അയാൾ കണ്ണോടിച്ചു. പെട്ടെന്ന് നിലാവിന്റെ മങ്ങിയ വെളിച്ചത്തിൽ
ഒരു കാഴ്ച കണ്ടു നിന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നു. അത് എസ് ആയിരുന്നു. ഒരു നിമിഷം ഭയന്നുപോയ സഹദേവൻ ചോദിച്ചു, ആരടി നീ? അപ്പോഴേക്കും ജാക്കി ലിവർ കൊണ്ട് സഹദേവന്റെ തലയിൽ ആഞ്ഞൊരടി കിട്ടി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അരവിന്ദനായിരുന്നു. അരവിന്ദൻ വീണ്ടും ജാക്കി ലിവർ വീശി. വായിൽ നിന്ന് രക്തം തെറിച്ച് സഹദേവൻ തറയിൽ വീണു. എസ് ഐയുടെ കയ്യിൽ നിന്നും റിവോൾവർ വാങ്ങി സഹദേവന്റെ കാലിൽ ചേർത്ത് പിടിച്ച് അവൻ മാറി മാറി വെടിയുതിർത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം സഹദേവൻ മെല്ലെ കണ്ണു തുറന്നു. പക്ഷേ അവിടെയെങ്ങും ഇരുട്ടായിരുന്നു. കൈകാലുകളിലൊക്കെ അസഹനീയമായ വേദന. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അയാൾ ഉറക്കെ നിലവിളിച്ചു, ഏയ്, ഇവിടെ ആരുമില്ലേ? 1-2 തവണ നിലവിളിച്ചപ്പോൾ അവിടെയുള്ള ബൾബ് പ്രകാശിച്ചു. വെളിച്ചത്തിന്റെ തീവ്രത കാരണം കണ്ണു തുറക്കാനായില്ല. അരികിൽ ആരോ നിൽപ്പുണ്ട്, പക്ഷേ നോക്കാൻ കഴിയുന്നില്ല. ഏറെ പ്രയാസപ്പെട്ട് അയാൾ ആ മുഖത്തേക്ക് നോക്കി. അരവിന്ദ, നീ? അതെ സഹദേവൻ സാറേ, അരവിന്ദൻ തന്നെ. നീ എന്താടാ എന്നെ ചെയ്തത്? കണ്ടില്ലേ, ഇരുകാലുകളിലും വ്രണങ്ങൾ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. തലയിലെ മുറിവും അങ്ങനെ തന്നെ. ഇനി അവിടെയൊക്കെ പുഴുക്കൾ വന്നോളും. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ശരീരമാകെ പഴുത്ത് കഠിനമായ വേദനയാൽ നീ പിടഞ്ഞു പിടഞ്ഞ് ഇവിടെ കിടന്നു തന്നെ ചാവൂ. സഹദേവൻ വലിയ ശബ്ദമുണ്ടാക്കി അലമുറയിട്ട് കരയാൻ തുടങ്ങി. വേദന സഹിക്കാൻ പറ്റുന്നില്ല. അലറിക്കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സഹദേവ. നിന്റെ ശബ്ദം കേൾക്കാൻ ഈ ചുറ്റുവട്ടത്ത് ആരുമില്ല. പുറത്ത് നടക്കുന്നത് വല്ലതും നീ അറിഞ്ഞോ? നീ ഇപ്പോ പിടികിട്ടാപ്പുള്ളിയാണ്. നിനക്ക് വേണ്ടി പോലീസ് തലങ്ങും വിലങ്ങും പായുകയാണ്. നീ അന്വേഷിച്ച എല്ലാ കേസുകളും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് സഹായിച്ചത് അൻവറിന്റെ ഫോണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വീഡിയോ ദൃശ്യങ്ങളും സേറ ശേഖരിച്ച മനുവിന്റെ മൊഴിയുമാണ്. അവരെ 2 പേരെയും നീ കൊന്നതുകൊണ്ട് പണി ഇത്തിരി കൂടി എളുപ്പമായി. ഡാ, നിന്നെ ഞാൻ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഈ അവസ്ഥയിൽ നീ എന്നെ എന്തു ചെയ്യാനാണ്? നിന്റെ റിവോൾവറിൽ ഒരുണ്ട ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. കഠിനമായ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ അത് നിനക്ക് തരാം, സ്വയം വെടിവെച്ച് മരിക്കാൻ. അരവിന്ദ, പ്ലീസ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. നീ കൊന്നു തള്ളിയവരൊക്കെ ഇതിലും വേദന സഹിച്ച് നിന്റെ മുന്നിൽ കേണു കരഞ്ഞിട്ടുണ്ടാവില്ലേ? അതിന്റെ പകുതിയിൽ ഒരംശമെങ്കിലും അറിയിക്കാതെ മരിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല സഹദേവ. പൊതുജനമെന്ന കഴുതകൾക്ക് നിന്റെ മുന്നിൽ മലർന്നു കിടന്ന് കരയാൻ മാത്രമല്ല, അധികാരങ്ങളിൽ നിന്നും വലിച്ചൂരി താഴെയിട്ട് ഇതുപോലെ കുളിപ്പിച്ചു കിടത്താനും കഴിയുമെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ സഹദേവ? മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന കൊടിയ വൈറസുകളെക്കാളും എത്രയോ ഭീകരവും നീചവുമാണ് അധികാരവും പദവിയും ദുർവിനിയോഗം ചെയ്ത് സാധാരണ ജനങ്ങളുടെ ചോര കുടിക്കുന്ന ഇതുപോലുള്ള നരാധമന്മാർ. ഇതുപോലുള്ളവരെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ കർത്തവ്യബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണരേണ്ടതാണ്. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.